എല്ലാവർക്കും ഓണാശംസകൾ. ഞാൻ ചെറുപ്പത്തിലേ കണ്ടതും എൻ്റെ അമ്മ ചെയ്യുന്നതുമായ ഓണം ഒരുക്കുന്ന രീതി അല്ലെങ്കിൽ ഓണം കൊള്ളുന്ന രീതിയാണ് ഇവിടെ ഋഷികേശ് എൻ്റെ മകനെ കൊണ്ട് ചെയ്യിക്കുന്നത് കേട്ടോ. അവന് അല്പം താല്പര്യമുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു നീ ഒന്ന് ചെയ്തോളൂ എന്ന്. അപ്പോൾ അത് അരി അരച്ച് കൊടുത്തപ്പോൾ അവൻ അരിമാവ് കൊണ്ട് നമ്മുടെ തൃക്കൈകാരപ്പനെ അലങ്കരിച്ചു. അതുപോലെ പൂക്കൾ എല്ലാ പൂക്കളും നമ്മൾ ഉപയോഗിച്ചിരുന്നില്ല. അന്ന് ചെത്തിപ്പൂവും തുമ്പപ്പൂവും മാത്രമാണ് നമ്മൾ ഓണം അലങ്കരിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന പൂക്കൾ. ഇന്ന് ധാരാളം പൂക്കൾ നമുക്കുണ്ട്. അതുപോലെ തന്നെ കാർഷികോത്സവമായ ഓണം കൊള്ളുന്നതിന് അത് നമ്മൾ തേങ്ങ അല്ലെങ്കിൽ നെല്ല് നിറപറാക്കി ഉപയോഗിച്ചിരുന്നു. വിളക്ക് കത്തിച്ച് വെച്ചിരുന്നു. നമ്മൾ ചന്ദനം ഉപയോഗിച്ചൊക്കെ പൂജ ചെയ്തിരുന്നു. ധൂമും അതായത് ചന്ദനം തിരി ഉപയോഗിച്ച് നമ്മൾ പൂജിച്ചിരുന്നു. ഇതൊക്കെയായിരുന്നു ഞാൻ കണ്ട രീതി. അതുപോലെ നമ്മൾ മുട്ടിപ്പലക വെച്ചിരുന്നു. ഒരു പലക വെച്ചിരുന്നു. ആ പലകയിലായിരുന്നു ഇലയിൽ തൃക്കൈകാരപ്പനെ നമ്മൾ വെച്ചിരുന്നത് കേട്ടോ. ഇതൊക്കെയാണ് നമ്മൾ കണ്ട രീതി. അതേപോലെ തന്നെ നമ്മൾ പുതിയ തലമുറയ്ക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തു. അതുപോലെ നമ്മൾ കിണ്ടിയൊക്കെ വെച്ചിരുന്നു. കിണ്ടി നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നിട്ട് പൂജയിലും വന്ദിക്കലും എല്ലാ കാര്യങ്ങളും. അങ്ങനെ ഒരു മനോഹരമായ ഓർമ്മകളാണ് എനിക്ക് പഴയ കാലത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. എൻ്റെ അമ്മയാണ് ഇതെല്ലാം ഒരുക്കുന്നതായിട്ട് ഞാൻ കണ്ടിരുന്നു. അതുപോലെ തന്നെ പുതിയ തലമുറയ്ക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ പൂക്കൾക്ക് പലതും പുറത്തുനിന്ന് വന്നിട്ടുണ്ട്. ആ പൂക്കളും ഞാൻ ഉപയോഗിച്ച് അവസാനം അലങ്കരിച്ചു. അതൊരു കണ്ടംപററി ഓണം പോലെയായി അല്ലേ. തീർച്ചയായും നിങ്ങളെല്ലാവരും നിങ്ങളുടെ അഭിപ്രായം പറയണം. താങ്ക് യു.